അപ്പം നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങളെ ഗാർഡനിൽ കുറച്ചുകൂടി പൂക്കളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു ബേർഡ്സ് ഓഫ് പ്രേയുടെ ബർത്ത്ഡേ കേക്കാണ് ഉണ്ടാക്കണേ. ബേർഡ്സ് ഓഫ് പ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മൂങ്ങയും ഈഗിളും ഫാൽക്കൺ അങ്ങനെ കുറേ ബേർഡ്സുകളൊക്കെ വരും. അപ്പോൾ അതാണ് എനിക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഞാൻ ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കുന്ന എൻ്റെ പിള്ളേർക്കാട്ടോ. പിള്ളേരുടെ ബർത്ത്ഡേക്ക് അവർ ആവശ്യപ്പെടുന്ന കേക്ക് ഉണ്ടാക്കുന്നത്. ഈ കാണുന്ന എൻ്റെ ഓർക്കിഡ് കളക്ഷൻ ആട്ടോ. ഇതൊരു എൻ്റെ ഒരു ബാത്റൂം വിൻഡോ ആണ്. ഇവിടെ മാത്രമാണ് ഈ ഓർക്കിഡ് ഇതുപോലെ ഫ്ലവർ ചെയ്ത് നിൽക്കുള്ളൂ. വേറെ എവിടെയും ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്നില്ല, എന്താണെന്നറിയില്ല. അപ്പം ഞാനെല്ലാം ഓർക്കിഡെല്ലാം കൂടെ ഒന്നിച്ച് അങ്ങോട്ട് ഈ വിൻഡോയിൽ എപ്പോഴും കൊണ്ടുവയ്ക്കും. അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത്. എൻ്റെ ലൊക്കേഷൻ്റെയോ അതിൻ്റെ ടെമ്പറേച്ചറിൻ്റെയോ എന്താണെന്ന് അറിയില്ല. എനിവേ അതാണ്, അവിടെ മാത്രമാണ് അത് ഫ്ലവർ ചെയ്ത് ഇങ്ങനെ ഭംഗിയായിട്ട് നിൽക്കുള്ളൂ. പിന്നെ അതൊരു ചെറിയ അക്വേറിയായിട്ട് ഞങ്ങളുടെ വീട്ടിലുള്ള. അപ്പോൾ നമുക്ക് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് കാണാം. അപ്പം ഞാൻ ഇന്നൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് എടുത്ത് വെച്ചേക്കണേന്ന് നമുക്ക് നോക്കാം. ഇത് 500 ഗ്രാം മൈദയാണ്, 5 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 3 ലെയർ ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചെറുതായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അത് കുറച്ചും ഡിസ്ക്രിപ്ഷനിൽ എല്ലാം ആയിട്ടുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ 3 കപ്പ് പഞ്ചസാരയുണ്ട്, 5 മുട്ടയുണ്ട്, പിന്നെ 2.5 കപ്പ് ഹോട്ട് വാട്ടർ എടുത്തു വെച്ചിട്ടുണ്ട്, 1.25 കപ്പ് ചോക്ലേറ്റ് പൗഡർ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ നമ്മുടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും വാനില എക്സ്ട്രാക്റ്റ് ഇത്തിരി ഉപ്പും എല്ലാമാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് 2.5 കപ്പ് ചൂടുവെള്ളമാണിത്. അതിലേക്ക് 1.25 കപ്പ് ചോക്ലേറ്റ് പൗഡർ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഞാൻ ചൂടുവെള്ളത്തിൽ ചോക്ലേറ്റും ചൂടുവെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ബട്ടറും ഷുഗറും കൂടെ മിക്സ് ചെയ്ത് എടുക്കലാണ്. അപ്പോൾ ഞാൻ ഈ മിക്സർ ഉപയോഗിച്ചാണ് ബട്ടറും ഷുഗറും കൂടെ മിക്സ് ചെയ്തെടുക്കാൻ പോണേ. അപ്പോൾ ഇതിന് വേണ്ടത് 1.25 കപ്പ് ബട്ടറും 3 കപ്പ് ഷുഗറുമാണ് ഞാൻ മിക്സ് ചെയ്ത് എടുക്കാൻ പോണത്. അപ്പം ഞാനിതിട്ട് ആഡ് ചെയ്യാൻ പോണ്. 1.25 കപ്പ് ബട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലൊക്കെ ഉള്ള 250 ഗ്രാം ബട്ടറാട്ടോ, കടയിൽ നിന്ന് മേടിക്കണേ 250 ഗ്രാം ബട്ടറാണ് 1.25 കപ്പ് ബട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇതിൽ ഞാൻ 3 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്, മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പം ഞാനത് മിക്സർ താഴ്ത്തി ഇട്ട് മിക്സ് ചെയ്യാൻ പോവാം. അപ്പം ഇതൊരു 2 മിനിറ്റ് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ, എന്നാലാണ് നല്ല ഫ്ലഫി ആയിട്ട് വരുള്ളൂ. അപ്പം നിങ്ങൾക്ക് കാണാം ഇത് ബട്ടറും ഷുഗറും മിക്സായി വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ മുട്ട ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. മുട്ട ഞാൻ കാര്യം ആദ്യം ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ആഡ് ചെയ്യാമെന്ന് ചോദിച്ചു, പക്ഷേ എനിക്ക് സ്ഥലമില്ലാത്ത പോലെ. അപ്പം ഞാൻ 5 മുട്ടയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഇത്തിരി വലിയ കേക്കാണ്, അപ്പോൾ അത് നമുക്ക് ഇത്തിരി അളവ് ഇതിൻ്റെ പകുതി മതിയെങ്കിൽ പകുതി ഉപയോഗിച്ചാൽ മതി. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ അളവ് കുറച്ചാണ് ഉണ്ടാക്കണമെങ്കിൽ എന്തോരം വേണം എന്നല്ല.
അതുപോലെ തന്നെ ഈ സമയത്ത് ഞാൻ വാനില എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വാനില എക്സ്ട്രാക്റ്റ് വേണ്ടത് 2.5 ടീസ്പൂണാണ് വേണ്ടത്. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ 2.5 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റും അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല ക്രീമി ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതാ നല്ല ക്രീമി ആയിട്ട് വരണ്ടേ. നമ്മൾ നമ്മുടെ പൊടിയെല്ലാം അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. കണ്ടോ എന്ത് ക്രീമി ആയിട്ടാണ് വന്നേക്കണേ നോക്കി. നമ്മൾ പൊടികളെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ 500 ഗ്രാം അരിച്ചെടുത്ത പൊടിയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ മതി. ബേക്കിംഗ് സോഡയാണ്, ബേക്കിംഗ് സോഡ 2.5 ടീസ്പൂണുമാണ് വേണ്ടത്. അപ്പോൾ ഇത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു. 2.5 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ആഡ് ചെയ്ത് കൊടുക്കണേ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ പൊടി അതിനകത്തേട്ട് ആഡ് ചെയ്യുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തേട്ട് പൊടി കുറേശ്ശെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ ഒന്നിച്ച് ആഡ് ചെയ്യുന്നതിന് പകരം ശരിക്കും മിക്സ് ആവാൻ വേണ്ടി കുറേശ്ശെയാണ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. ഞാൻ പൊടി മുഴുവൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഇത്തിരി തിക്ക് മിക്സ്ചറാണ്. ഈ സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ സമയമാണ്. പിന്നെ ഞാൻ കുറേശ്ശെയായിട്ട് സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു ചോക്ലേറ്റ്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാൻ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ 3 കേക്ക് ടിന്നിലേക്ക് മാറ്റാണ്. ഞാൻ ഉണ്ടാക്കുന്ന ഒരു കേക്ക് ബേർഡ്സ് ഓഫ് പ്രേയുടെ. അപ്പോൾ എനിക്കിനകത്ത് കുറേ ഡെക്കറേഷൻ ചെയ്യണം. അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ അത് എങ്ങനെ ഇരിക്കുകയുള്ളൂ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ബേർഡ്സ് ഓഫ് പ്രേയുടെ കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ ഇതിനകത്ത് 10 ബേർഡ്സ് ഓഫ് പ്രേ വേണം എന്നാണ് എൻ്റെ മോൻ പറഞ്ഞേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കി വരുമ്പോഴാണ് അതെങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കേക്ക് ടിന്നൊക്കെ ഇരിക്കണേ ഉണ്ടാക്കണേ. കാരണം എന്തോരം വേണമെന്ന് എനിക്ക് ഉണ്ടാക്കി വന്നാലാണ് എനിക്ക് എത്രമാത്രം കേക്ക് ഇതുണ്ടാക്കാൻ വേണമെന്ന് ഒരു ഐഡിയ വരുള്ളൂ. അപ്പോൾ ഇതിനകത്തേക്ക് ഞാനിത് ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ് ഈ ടിന്നിലേക്ക്. അപ്പോൾ ഇതാ ഞാൻ ഇതിനകത്ത് ബട്ടർ പരട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതങ്ങ് പോർ ചെയ്ത് കൊടുക്കാൻ പോവാണ്. വേണ്ടി ഇത് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 35 മിനിറ്റോളം
ബേക്ക് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ ഓവൻ ഓൺ ചെയ്ത് ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിതൊരു എന്താ പറയണത്, ഇതിനകത്തൊരു ഒരു വീടും ഒരു ഫോറസ്റ്റ് പോലെ ബേർഡ്സ് ഓഫ് പ്രേ എന്നൊക്കെ പറയും, ആ രീതിയിലാണ് ഉണ്ടാക്കിയത്. എൻ്റെ മനസ്സിലാണ് ഐഡിയ. അത് എത്രമാത്രം സക്സസ്ഫുൾ ആവുമെന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കേക്ക് കൂടുതൽ ഉണ്ടാക്കുന്നത്. സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇത്രയും ആവശ്യം ഉണ്ടാവില്ല. അപ്പം ഞാനിത് ഓവനിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ബട്ടർ ക്രീം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന ബട്ടറിന് ഡബിൾ എമൗണ്ട് ഐസിങ് ഷുഗറായിട്ടാണ് ഞാൻ ഉപയോഗിക്കണേ. ഐസിങ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഒരു 250 ഗ്രാമിൻ്റെ ബട്ടറാണ്. അത് 1.25 കപ്പാണ് വന്നെ. അപ്പോൾ അതിൻ്റെ ഡബിൾ എമൗണ്ട് ഐസിങ് ഷുഗർ ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. ഇതെല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ എളുപ്പത്തിന്. ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ 500 ഗ്രാം ബട്ടർ ആണ് ഞാൻ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഏകദേശം 2.5 കപ്പ് ബട്ടർ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, എന്ന് പറഞ്ഞാൽ 500 ഗ്രാം. അപ്പം ഞാൻ 5 കപ്പ് ഐസിങ് ഷുഗറാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത്. അപ്പം ഞാൻ 500 ഗ്രാം ബട്ടറിന്, അല്ലെങ്കിൽ 2.5 കപ്പ് ബട്ടറിന് 5 കപ്പ് ഐസിങ് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിത് മിക്സ് ചെയ്ത് എടുക്കാൻ പോവാണ്. ഇതിനകത്തായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ലേശം വാനില എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, പക്ഷേ ലേശം വാനില എക്സ്ട്രാക്റ്റ്. പിന്നെ എനിക്ക് ഇത്ര ആവശ്യമില്ല എൻ്റെ കേക്കിന്. ഇത്തിരി കൂടുതലുണ്ടാക്കി അത് ഫ്രിഡ്ജിൽ ഇരുന്നോട്ടെ എന്ന് കരുതിയാണ് ഞാൻ കൂടുതലുണ്ടാക്കണം. അപ്പോൾ ഇത് കാണാൻ നമുക്ക് നല്ല ഭംഗിയായിട്ട് മിക്സായി വരട്ടെ. അപ്പോൾ ഇതായത് നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും എനിക്ക് ആവശ്യമില്ല, ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ കേക്കിൽ ഒരു കുഞ്ഞു വീട് പോലെ ഉണ്ടാക്കാൻ ഉള്ള പരിപാടിയാണ്. അപ്പം ഞാനൊരു വൈറ്റ് ഫോണ്ടൻ്റ് ഐസിങ് എടുത്തിട്ട് ചുമ്മാ റോൾ ചെയ്യുക. കാരണം ഇത് നേച്ചറാണ്, ഒന്നും പെർഫെക്റ്റ് ആയിരിക്കണ്ട, ഒന്നും പെർഫെക്റ്റ് അല്ല താനും. അത് കഴിഞ്ഞിട്ട് ഒരു വാതിൽ പോലെ കൊടുക്കുകയാണ്. പിന്നെ ഇതാ ഒരു ജനൽ. അതുപോലെ ഇതാ റെഡ് കളർ ഫോണ്ടൻ്റ് എടുത്തു. അപ്പോൾ ഇതാ റെഡ് ഫോണ്ടൻ്റിൽ നിന്ന് ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ഉരുട്ടിയെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതാ ഞാനിത് പ്രസ് ചെയ്ത് അപ്പോൾ ഒരു റൂഫ് പോലെ നമുക്ക് കിട്ടും. ഐ എം ജസ്റ്റ് ഗോയിങ് ടു പുട്ട് ഇറ്റ് അങ്ങനെ അതിൻ്റെ ടോപ്പിൽ വയ്ക്കാൻ പോവാണ്. എന്നിട്ട് അത് കുറച്ചും കൂടെ അതിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടി ഞാനതൊരു ചെറിയ വൈറ്റ് ഫോണ്ടൻ്റ് എടുത്ത് ചെറിയ ഡോട്ട്സ് പോലെ കൊടുക്കാൻ പോവാണ്. ഇതൊന്നും പെർഫെക്റ്റ് ആയിരിക്കണ്ട, കാരണം അതുപോലെ ഈ റെഡിന് പകരം നിങ്ങൾക്ക് എനിക്കൊന്നിന് ബ്രൗണാണ് കുറച്ചും കൂടെ ഐഡിയ തോന്നുന്നു. ബ്രൗൺ റൂഫൊക്കെ കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇപ്പം എനിക്കുണ്ടായിരുന്ന ഒരു കളറാണ് കൊടുത്തു എന്നുള്ളൂ. പിന്നെ ഞാൻ ഈ കളറ് ഇതിൽ നിന്നൊരു കളറെടുത്ത് അതിന് വാതിൽ ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത വാതിൽ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പോവാണിത്. അതുകൊണ്ട് കേക്ക് പെൻസ് വർക്ക് ചെയ്യണമെന്ന് നോക്കണം, കാരണം കുറച്ച് നാളെ എൻ്റെ കയ്യിലിരിക്കാൻ പറയട്ടെ. വർക്ക് ചെയ്യേണ്ട ഭാഗ്യത്തിൽ ജസ്റ്റ് ആ വാതിലും ഞാൻ അവിടെ വരച്ച ജനലും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത്
കിച്ചണിൽ കൊടുക്കും. അപ്പം അങ്ങനെ അതാണ് നമ്മുടെ ഒരു വീട്, കേക്കിൽ പോകാനുള്ള ഒരു വീടാണത്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഐസിങ്ങിൽ ഞാൻ കുറച്ച് ഗ്രീൻ കളർ ചേർത്ത്, എൻ്റെ കേക്ക് ചൂടാറി വരുന്നേ ഉള്ളൂ, അപ്പം അത് ശരിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ ഞാൻ കേക്ക് അതിൻ്റെ മോൾ ഭാഗമൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഒരു മൗണ്ടൻ ആക്കാനാണ് പരിപാടി. അപ്പോൾ അതെങ്ങനെയാണ് ആക്കിയെടുക്കലെന്ന് തോന്നുന്നത്. അപ്പോൾ ഇതാണ് പറഞ്ഞത് കംപ്ലീറ്റ് എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ അറിയില്ല, കാരണം ഇത് എൻ്റെ ഇമാജിനേഷനിലാണ്. ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കിയൊന്നും ചെയ്യണമല്ല, ജസ്റ്റ് ഇമാജിൻ ചെയ്ത് പോണാണ്. അപ്പോൾ ഞാൻ ചുമ്മാ അതങ്ങ് കട്ട് ചെയ്തു ആ ചെറിയ കേക്ക്. ട്രൈങ് ടു മേക്ക് മൗണ്ടൻ ആക്കാനാണ് ഞാൻ നോക്കുന്നത്. ഇങ്ങനൊരു കുന്നും കുഴിയും ഉള്ള രീതിയിൽ. സോ അതെങ്ങനെയാണത് അച്ചീവ് ചെയ്യേണ്ടതെന്ന് ഞാൻ തിങ്ക് ചെയ്യുന്നതാണുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാമെങ്കിൽ ഞാൻ ചുമ്മാ അതിങ്ങനെ ആ ചെറിയ കേക്ക് ജസ്റ്റ് ഒരു ഷേപ്പിൽ, ഒരു മൗണ്ടൻ്റെ ഷേപ്പ് വരത്തക്ക രീതിയിൽ അങ്ങ് കട്ട് ചെയ്ത് എടുക്കാൻ നോക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഞാൻ ഐസിങ് കൊണ്ട് കവർ ചെയ്യാനാണ് പരിപാടി. നമുക്ക് നോക്കാതെ എങ്ങനെയാണ് വരികയെന്ന്. അപ്പോൾ ഇതാട്ടെ എൻ്റെ ഫൈനൽ കേക്ക്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ കംപ്ലീറ്റ് കാണിക്കാതിരുന്നത്, ഞാൻ ഒന്ന് ഇമാജിൻ ചെയ്യും ഞാൻ ഉണ്ടാക്കി വരുമ്പോൾ അത് വേറെ രീതിയിലൊക്കെ ആയിപ്പോവും. അപ്പോൾ ഇതിനകത്ത് ഇത് മൂങ്ങ, ഇത് ഈഗിളാണ്. ഈഗിളാന്ന് നിങ്ങൾക്ക് തോന്നുമോ അറിയില്ല. പിന്നെ അങ്ങനെ പല ബേർഡ്സ് ഓഫ് പ്രേയിൽ 10 ബേർഡിനെ എൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ബേർഡാണ്, കുഞ്ഞു ബേർഡ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടതാ. ഇതൊരു ബേർഡാണ്. അപ്പോൾ അങ്ങനെ 10 ബേർഡിനെയാണ് എൻ്റെ അടുത്ത് ആവശ്യം. ഞാൻ ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ ഉണ്ടാക്കി, കുറച്ച് കല്ല് വെച്ചു, പിന്നെ ഫ്ലവേഴ്സ് പോലെ ഇങ്ങനെ ചെറുതായിട്ടിട്ടു. ഇവിടെ ഒരു പച്ച ഗ്രാസ് പോലെ ഒരു വീടൊക്കെ വെച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ മോൻ ആവശ്യപ്പെട്ട കേക്ക്. അപ്പം ഞാനത് ഉണ്ടാക്കി വന്നപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് കംപ്ലീറ്റ് ഇമാജിനേഷനെ നോക്കി ചെയ്യണമല്ല. എപ്പോഴും ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല എപ്പോഴും വരുന്നത്. പലതും ഇങ്ങനെ ഒരു കംപ്ലീറ്റ് രൂപം ഇങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളെല്ലാം കാണിക്കുക. അപ്പോൾ ചിലപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു 3-4 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയാലാണ് ആ ഒരു ഷേപ്പൊക്കെ വരുള്ളൂ. അപ്പോൾ ഒരു മൂങ്ങേനെ ഉണ്ടാക്കാൻ നല്ല പണിയുണ്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളതെല്ലാം കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് എൻ്റെ കേക്ക് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായി അത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ. വേറൊരു വീഡിയോയുമായി അടുത്തൊരു ദിവസം കാണാം.